ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ 3 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബത്തക്ക എടുത്ത് വെച്ചിന്. ഇത് ഒരു ചെറിയ കഷ്ണം ബത്തക്ക എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കത്തിയോടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്കിത്. ഇനി നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക. നല്ല പൊടിയായിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് ഈ ഡ്രിങ്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ബത്തക്കനെ കൊണ്ട് ഇങ്ങനത്തെ സർബത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേ. എന്നാൽ അതിൽ കുരു ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കി വെച്ച് കുറച്ച് ബത്തക്കയില്ലേ, പകുതി ഭാഗം, അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, ബത്തക്കയിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിലും കുറച്ച് കുറവായിട്ട് മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേ. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, പക്ഷേ നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഗസ്റ്റിനെല്ലാം വന്നാൽ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തോ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ച കസ്കസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. സബ്ജ സീഡ് അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ പൊങ്ങി വരല്ലോ, അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് അടിച്ചു വെച്ച ബത്തക്ക ജ്യൂസ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പാല് ഒഴിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ 1 കപ്പ് പാലാണ് ഈ ഒരളവിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല തണുത്ത പാല് ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക, നല്ല തണുപ്പ് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ അധികം ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ബത്തക്ക വെച്ചുള്ള ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിന്. ഇത് ഏകദേശം 1/2 കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുത്താണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം, ഞാൻ ഇപ്പോൾ അരച്ചെടുക്കുന്നൊന്നുമില്ല. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 കപ്പ് ചേർക്കുമ്പോൾ അധികമല്ലേ ചേർക്കുക, അതല്ല ഞാൻ ഇപ്പോൾ സ്ക്വാഷാണ് തയ്യാറാക്കുന്നത് പൈനാപ്പിളിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആ സ്ക്വാഷ് എടുത്തിട്ട് നമുക്ക് സർബത്ത് കലക്കാൻ മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി 2 കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ചിട്ട്, നമ്മൾ ഒറ്റനൂൽ പരവൊന്നും ആകരുത് കേട്ടോ, നല്ല തിളച്ചിട്ട് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് ആവും. ആ ടൈം പൈനാപ്പിളിൽ അത്ര കളറില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ലേ, ചേർക്കൊന്നും വേണ്ട, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് നല്ലോണം മെൽട്ടായിട്ട് ഇതേപോലെ ആയി കുറച്ച് കട്ടിയായിട്ട് വന്നിനി. ഇനി ഇതിലേക്ക് വലിയ ഒരു നാരങ്ങേൻ്റെ പകുതി ഭാഗം ആ പഞ്ചസാര മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവാം. ഇത് ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് ആയിനി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പൈനാപ്പിൾ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഞാൻ ഇപ്പോൾ അരച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. പൈനാപ്പിൾ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളവന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചൂടായി മാറിയിനി. എന്നെ ചൂട് കുറഞ്ഞ ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നെ നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് സർബത്ത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളത്, ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതൊരു 8 ആൾ കുടിക്കുന്ന ഒരളവിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂണ് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കസ്കസ് പുതിർത്തി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ, നല്ല തണുപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി നല്ല മധുരം പൈനാപ്പിൾ സ്ക്വാഷിൽ ചേർത്ത് കൊടുത്തിനി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് ഒഴിക്കുക, പിന്നെ വെള്ളം ഒഴിക്കുക, മിക്സാക്കുക, കുടിക്കുക. അത്രയും സാധാ സിമ്പിൾ സർബത്താണ്. അപ്പം ഇങ്ങനെ നല്ല ലൂസായിട്ട് വലിച്ചു കുടിക്കാൻ പറ്റിയ സർബത്തല്ല, നമ്മൾ നോമ്പിനെല്ലാം നല്ല രീതിക്ക് തന്നെ ഇഷ്ടമാവുക. അപ്പം ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് നല്ല പൈനാപ്പിൾ ടേസ്റ്റ് എല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി സർബത്താണ്. ബാക്കിയുള്ള സ്ക്വാഷ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ഇനി അടുത്ത റെസിപ്പി ഉണ്ടാക്കുക. അടുത്തത് ഞാൻ ഇളനീർ വെച്ചിട്ടാണ് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനിട്ട് 1.5 കപ്പ് അളവിൽ ഇളനീർ വെള്ളം ഉണ്ടാവും. പിന്നെ ഇളനീരിൻ്റെ പൾപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കുറച്ച് ഭാഗം. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട്, 1/3 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത്, ഏകദേശം 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ ഇളനീരിൻ്റെ കുറച്ച് പൾപ്പുണ്ട്, പിന്നെ നട്ട്സിനായിട്ട് ബദാം ഉണ്ട്, പിന്നെ മധുരത്തിന് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഉണ്ട്, പിന്നെ 1 കപ്പ് പാലും കൂടി ഉണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിന് ഇതിലേക്ക് നമ്മൾ ഇളനീരിൻ്റെ പൾപ്പ് വലുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇളനീർ വെള്ളം 1.5 കപ്പ് ഇളനീർ വെള്ളം എനിക്ക് കിട്ടിയിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം 1/3 കപ്പ് 4 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ വനില എസെൻസ് എന്തായാലും ചേർക്കണം കേട്ടോ. നമ്മൾ ഐസ്ക്രീം ഇട്ടിട്ട് അടിക്കുന്ന ജ്യൂസില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച ഇളനീരില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ ഇളനീർ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തത് നല്ലൊരു ക്രീമി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കിയ ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതും തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം മുമ്പേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം, നല്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ബൂസ്റ്റും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, പക്ഷേ ബൂസ്റ്റും കൂടി കുറച്ചിട്ടിട്ട് ഈ ഇളനീർ ഷേക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് കുടിച്ചാൽ മതി, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇളനീർ ജ്യൂസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി കേട്ടോ. നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തോണ്ട് കുറച്ച് ക്രീമി ആയിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ഇളനീർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടോണ്ട് നട്ട്സൊക്കെ ഇട്ടുകൊണ്ട് നല്ല കടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.